ജീവിതത്തിൽ ആദ്യമായി കഴിഞ്ഞ ദിവസം രേണുസുതി ശരീരത്തിൽ ഒരു ടാറ്റു ചെയ്തു. കൈത്തണ്ടയിൽ രേണുവിന്റെ ആവശ്യപ്രകാരം ടാറ്റു ചെയ്തത് സാംസൺ കെ സെബാസ്റ്റ്യൻ കളർ ഓൺ ടാറ്റു സ്റ്റുഡിയോയാണ്. പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ടാറ്റു ചെയ്തത്. എന്നാൽ എന്താണ് താൻ കയ്യിൽ പച്ചകുത്തിയതെന്ന് രേണു വെളിപ്പെടുത്തിയിരുന്നില്ല. പകരം തന്റെ ആരാധകർക്ക് ഉത്തരം ഗസ് ചെയ്യാനും സമ്മാനം നേടാനുമുള്ള ഒരു അവസരം രേണു കളർ ഓൺ ടാറ്റു സ്റ്റുഡിയോയ്ക്കൊപ്പം ചേർന്ന് നൽകി. ആരാണോ ശരിയുത്തരം പറയുന്നത് അവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 10,000 രൂപയുടെ ടാറ്റു സൗജന്യമായി ചെയ്തു നൽകും. ഭൂരിഭാഗം പേരുടെയും ഗസ് ശരിയായിരുന്നു. സുധിച്ചേട്ടൻ എന്ന് തന്നെയായിരുന്നു രേണു ടാറ്റു ചെയ്തത്. ആ പേര് തന്നെ ചെയ്യാൻ ഒരു കാരണമുണ്ട്. ടാറ്റു റിവീൽ ചെയ്ത വീഡിയോയിൽ ആ കാരണം രേണു വെളിപ്പെടുത്തി. സുധിച്ചേട്ടൻ ഒപ്പമുണ്ടായിരുന്നപ്പോൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത ആഗ്രഹമാണ് താൻ ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തതെന്ന് രേണു പറയുന്നു. ഞാൻ ടാറ്റു ചെയ്തിരിക്കുന്നത് സുധിച്ചേട്ടൻ എന്നാണ്. ഞാൻ ഈ പേര് ടാറ്റു ചെയ്യാൻ ഒരു കാരണമുണ്ട്. പണ്ട് എനിക്ക് ടാറ്റു ചെയ്യാൻ പേടിയായിരുന്നു. വേദന സഹിക്കേണ്ടി വരും എന്നതുകൊണ്ടായിരുന്നു അത്. ഈ പ്രാവശ്യം ഞാൻ ടാറ്റു ചെയ്തപ്പോൾ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് ഞാൻ പേന കൊണ്ട് കയ്യിലെഴുതിയ ശേഷം സുധിച്ചേട്ടനോട് ചോദിക്കുമായിരുന്നു പേര് ഞാൻ ടാറ്റു ചെയ്യട്ടെ എന്ന്. ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുന്നത് തന്നെ പുള്ളിക്ക് ഭയങ്കര സങ്കടമാണ്. കണ്ണൊക്കെ നിറഞ്ഞു വരും. വാവൂട്ട അങ്ങനൊന്നും ചെയ്യരുത്, എനിക്ക് വേണ്ടിയോ എന്റെ പേരിലോ വേദനയൊന്നും അനുഭവിക്കരുതെന്നൊക്കെ പറയുമായിരുന്നു. ഏട്ടനുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് പച്ചകുത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ അത് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ടാറ്റു അടിച്ചത്. മിസ് യു സുധിച്ചേട്ട, ലവ് യു എന്നാണ് രേണു പറഞ്ഞത്. സുധി മരിച്ചിടയ്ക്ക് മൂത്ത മകൻ കിച്ചു സുധിയുടെ മുഖം കയ്യിൽ ടാറ്റു ചെയ്തിരുന്നു. ഹാർട്ട് ബീറ്റിന്റെ രൂപത്തിലാണ് സുധിച്ചേട്ടൻ എന്ന് രേണു കൈത്തണ്ടയിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ഒറ്റപ്പെട്ടവർക്കേ അതിന്റെ വേദന അറിയൂ. 11 വർഷമായി എന്റെ ഭർത്താവ് ഞങ്ങളെ വിട്ടുപോയിട്ട്. ഇന്ന് എന്റെ മക്കൾ വലുതായി. അവരെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. മോളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷമായി ജീവിക്കൂ. എന്നും സുധിച്ചേട്ടൻ കൂടെ തന്നെ ഉണ്ടാകും. രേണുവിന്റെ മനസ്സിൽ ഒത്തിരി വിഷമമുണ്ട്. എന്നിട്ടും സ്ട്രോങ് ആയി നിൽക്കുന്നു. എന്നും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. നിങ്ങളെ സ്നേഹിക്കാൻ കുറച്ച് ആൾക്കാർ കൂടെയുണ്ട്. രേണു സുധിയെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ കണ്ണു നിറഞ്ഞു. എല്ലാവിധ നന്മയും എന്നും ഉണ്ടാകും. സുധിച്ചേട്ടൻ രേണുവിന്റെ കൂടെയുണ്ട്. തന്റെ സേഫ് ആയിട്ടുള്ള ഈ ലൈഫ് അതിന്റെ നന്മയാണ്. ഒരുപാട് വീഡിയോകൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. അന്നെല്ലാം അത് അഭിനയമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ഇത് സത്യമായി പറഞ്ഞതായി തോന്നി. മനസ്സിൽ തട്ടി പറയുന്ന പോലെ ഉണ്ടായിരുന്നു എന്നിങ്ങനെയാണ് രേണുവിന്റെ വീഡിയോയ്ക്ക് ലഭിച്ച കമന്റുകൾ. ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം വിദേശത്തും സ്വദേശത്തുമെല്ലാമായി വർക്കും പ്രൊമോഷനുമായി പാറിപ്പറന്ന് നടക്കുകയാണ് രേണു. കുടുംബത്തെ രക്ഷപ്പെടുത്തുന്നതിനൊപ്പം സ്വന്തം ജീവിതം മെച്ചപ്പെടുത്താനുള്ള പരിശ്രമങ്ങളും രേണുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്.